നമുക്ക് പത്രങ്ങൾ ഒന്ന് നോക്കി വരാം. കാര്യം വാർത്തകളുടെ ആംഗിളുകൾ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിലെ രാഷ്ട്രീയമൊക്കെ ഉണ്ട്. എന്നാൽ ചില വാർത്തകൾ എങ്ങനെ പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു രസകരമാണ്. പല പത്രങ്ങൾ എങ്ങനെ ഒരു വാർത്ത എങ്ങനെയാണ് പല ആംഗിളിൽ ക്യാരി ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ. അപ്പം വരികൾക്കിടയിലും വരികൾക്കപ്പുറവുമുള്ള അർത്ഥങ്ങൾ കൂടി നമുക്ക് നോക്കാം ഈ ചെറിയ സമയം കൊണ്ട്. വരികൾക്കിടയിൽ നമുക്ക് ആദ്യം പത്മ അവാർഡുകളാണ് ഇന്ന് പ്രധാന വാർത്ത. വിവിധ പത്രങ്ങൾ പത്മ അവാർഡുകൾ എങ്ങനെ കൊടുത്തിരിക്കുന്നു എന്ന് നോക്കാം. ഏതാണ് ആദ്യം? ഞാൻ മലയാള മനോരമ എടുത്തിരിക്കുന്നത്. പത്മഭൂഷൺ എന്ന് കൊടുത്തിട്ട് അതിൽ നടുക്ക് റെഡ് കളറിൽ VS എന്ന് കൊടുത്തിട്ടുണ്ട്. പത്മവിഭൂഷൺ. പത്മവിഭൂഷണും നടുവിൽ VS. മനോരമയുടെ സ്വതസിദ്ധമായ ഒരു ശൈലിയിലുള്ള ഒരു ഇംപ്രവൈസേഷൻ ആണ്. മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് പത്മാഭിമാനം എന്നാണ്. പത്മാഭിമാനം എന്ന് മാത്രമാണ് ഡയറക്റ്റ് ആയിട്ട് പത്മാഭിമാനം എന്ന് കൊടുത്തിരിക്കുന്നത്. ജന്മഭൂമി വളരെ ഡയറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. VS, P. നാരായണൻ, ജസ്റ്റിസ് KT തോമസ് പത്മവിഭൂഷൺ, മമ്മൂട്ടി വെള്ളാപ്പള്ളി പത്മഭൂഷൺ. ഇനി കൗമുദി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടാണ് അവരുടെ ഫ്രണ്ട് പേജ് കൊടുത്തിരിക്കുന്നത്. പത്മപ്രഭയിൽ കേരളം. VSന്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങളുണ്ട്. നന്നായിട്ടുണ്ടല്ലേ? ഉണ്ട് തീർച്ചയായും. മംഗളം പത്രമാവട്ടെ മലയാളം വാനോളം, അതിനൊരു സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത് പത്മശോഭയിൽ കേരളം എന്നാണ് മംഗളം കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് നോക്കുവാണെങ്കിൽ അവരും ഡയറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. VS ധർമ്മേന്ദ്ര അവാർഡ് പത്മവിഭൂഷൺ. ഇനി നമുക്ക് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ദ ഹിന്ദു പതിവ് പോലെ ഏറ്റവും താഴെ നേഷൻ ഓണേഴ്സ് 131 പേഴ്സണാലിറ്റീസ് വിത്ത് പത്മ അവാർഡ്സ് എന്നിട്ട് വളരെ ഏറ്റവും താഴെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ടൈംസും വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. പത്മാസ് ഫോർ ധർമ്മേന്ദ്ര, ഷിബു, ക്രിക്കറ്റേഴ്സ് ഹർമൻപ്രീത്, രോഹിത് എന്ന് ഡയറക്റ്റ് ആയിട്ടാണ്. ഇവിടെ ആയതുകൊണ്ട് തന്നെ 8 പത്മ അവാർഡീസ് ഫ്രം സ്റ്റേറ്റ്, അതിൽ VS ടോപ്പ് ലിസ്റ്റ് എന്നുള്ളൊരു സബ് ഹെഡിങ്ങും ഉണ്ട്. VSന്റെയും ജസ്റ്റിസ് KT തോമസിന്റെയും ചിത്രങ്ങളും ഉണ്ട്. മലയാളം വാർത്തകൾ ചില രാഷ്ട്രീയമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ. മനോരമയിലേക്ക് പോവാം. ചർച്ചകൾക്ക് വഴി തുറന്ന് പത്മ പുരസ്കാരങ്ങൾ, രാഷ്ട്രീയ പത്മം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തലക്കെട്ട്, അതായത് പത്മ പുരസ്കാരങ്ങൾ നിരസിച്ച് CPM നേതാക്കൾ എന്നൊരു വാർത്തയുണ്ട്. ഇതിൽ ഒരു രാഷ്ട്രീയം കുത്തി കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കേരള സർക്കാർ കൊടുത്ത പട്ടികയിൽ നിന്നല്ല പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്, ആരോഗ്യ പ്രീതിപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ. അത് കുറെ നാളായിട്ട് അങ്ങനെയല്ലല്ലോ. സംസ്ഥാന സർക്കാരിന്റെ പട്ടികയിൽ ഇല്ലായിരുന്ന പലരും ഇത്തവണ പട്ടികയിൽ ഇടം തേടിയിട്ടുണ്ട്. പത്മ അവാർഡുകൾ കഴിഞ്ഞ വർഷങ്ങളിലും നമ്മൾ ഈ വളരെ വിശദമായി പറഞ്ഞ് ഇതിന്റെ രസം കളയുന്നില്ല എങ്കിൽ പോലും കുറേ നാളുകളായിട്ട് ഈ സർക്കാരിനും അതല്ലെങ്കിൽ സ്വാധീനമുള്ള ശുപാർശ കരുത്തുള്ളവർക്ക് മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന്, അത് ആദിവാസി മേഖലകളിൽ നിന്ന്, പാരമ്പര്യ വൈദ്യത്തിൻ്റെ മേഖലകളിൽ നിന്ന്, കലകളുടെ ലോകത്ത് നിന്ന്, സാഹിത്യത്തിൻ്റെ ലോകത്ത് നിന്ന്, പരിസ്ഥിതിയുടെ ലോകത്ത് നിന്ന്, നോക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ദേവകി അമ്മയുടെ അവാർഡ് അടക്കമുള്ള ലക്ഷ്മിക്കുട്ടി അമ്മയുടെ അവാർഡ്, ഇതൊക്കെ ഒരു സർക്കാർ ശുപാർശ ചെയ്തിട്ടല്ല. അതുകൊണ്ട് അതിൽ പച്ചപ്പിന് പത്മശ്രീ എന്നുള്ളൊരു ഹെഡാണ്. പച്ചപ്പിന് പത്മശ്രീ എന്നുള്ളത്. അത് 4.5 ഏക്കറിൽ ദേവകിയമ്മ വളർത്തിയെടുത്തത് 3000 സസ്യങ്ങളുള്ള വനം. മാതൃഭൂമിയും ഒട്ടും പിന്നിലല്ല. പത്മയിൽ പൊതിഞ്ഞ് രാഷ്ട്രീയം എന്നുള്ളതാണ്. സംസ്ഥാനം നൽകിയ പട്ടികയിൽ VSും ഇല്ല, വെള്ളാപ്പള്ളിയും ഇല്ല എന്ന് വളരെ വിഷമത്തോടു കൂടിയാണ്. എന്തായാലും ഒരു ബൈലൈൻ സ്റ്റോറിയാണ് ബിജു പർവത്തിൻ്റെത്. അതിലൊരു രാഷ്ട്രീയ വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അവാർഡ് കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ആണ്. ഒപ്പം അശ്വതി പറഞ്ഞ മനോരമയിലെ വാർത്തയുടെ സൂചന ഇവിടെയുണ്ട്. ആ പത്മവിഭൂഷൺ ഒപ്പമാണോ CPM എന്ന്? പണ്ട് EMS നമ്പൂതിരിപ്പാടും ബുദ്ധദേവ് ഭട്ടാചാര്യയും പത്മ അവാർഡുകൾ നിരസിച്ച കാര്യം ചൂണ്ടിക്കാട്ടുകയും ഇവരും അത് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ CPM എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ചോദ്യം. സർക്കാർ നൽകുന്ന പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നൊക്കെയാണ് പത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അങ്ങ് വിശേഷിപ്പിക്കാൻ പറ്റുമോ? അല്ല, അതാണല്ലോ രാഷ്ട്രീയവും നേരത്തെ പറഞ്ഞ ആംഗിളുകളും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വാർത്ത, ഈ പരിപാടിയുടെ പേര് തന്നെ വരികൾക്കിടയിലായത്. നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് EMS പത്മവിഭൂഷൺ നിരസിച്ചു. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ രസകരമായ നമുക്കറിയാം. ജന്മഭൂമിയുടെ സഹസ്ഥാപകനായിരുന്നു, മുഖ്യ പത്രാധിപരായിരുന്നു. അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നൊരു ലേഖനമുണ്ട്. ആദരവിൻ്റെ നെറുകയിൽ അക്ഷരപുരുഷൻ. ഇതാണ് തലക്കെട്ട്. എഴുതിയിരിക്കുന്നത് ആദരവിൻ്റെ നെറുകയിൽ അക്ഷരപുരുഷൻ. വാർത്തയും കൗതുകം അതല്ല. അത് എഴുതിയിരിക്കുന്നത് അനു നാരായണനാണ്. നാരായൺജിയുടെ മകനാണ്, നമ്മുടെയൊക്കെ സുഹൃത്താണ്. അമൃതയിലടക്കം മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നതാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനും ജന്മഭൂമിയുടെ സഹസ്ഥാപകനും മുഖ്യ പത്രാധിപരുമായിരുന്ന P. നാരായണന് രാഷ്ട്രം പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നതിലൂടെ ധന്യമാകുന്നത് ജന്മഭൂമി കൂടിയാണ് എന്നുള്ളൊരു കൗതുകം. പിതാവിനെക്കുറിച്ചൊരു ലേഖനം
അതും പത്മ അവാർഡ് നേടിയ പിതാവിനെ കുറിച്ചൊരു ലേഖനം എഴുതാൻ കഴിയുക എന്ന് പറയുന്നതൊരു വലിയ സൗഭാഗ്യം തന്നെയായി ഞാൻ കാണുന്നു. തീർച്ചയായും. പിന്നെ വളരെ രസകരമായ മറ്റൊരു ലേഖനം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ വളരെ ശ്രദ്ധേയമായ ഒരു ലേഖനം വന്നിരിക്കുന്നത് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലാണ്. ഇതിൽ റിപ്പബ്ലിക്കിൻ്റെ അർദ്ധതലങ്ങൾ എന്ന് പറഞ്ഞ് ശ്രീ എം.എൻ. കാരശ്ശേരിയുടെ ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം 2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് ജനാധിപത്യവും റിപ്പബ്ലിക്കും ഒന്നാണോ? ചില സാഹചര്യങ്ങളിൽ അങ്ങനെ തോന്നാമെങ്കിലും അവ തമ്മിൽ വ്യത്യാസമുണ്ട്. ജനാധിപത്യമില്ലാതെ റിപ്പബ്ലിക് ഉണ്ടാവാം, റിപ്പബ്ലിക് ഇല്ലാതെ ജനാധിപത്യവും ഉണ്ടാവാം. ജനാഭിലാഷം അടിസ്ഥാനമാക്കുന്ന രാജാധിപത്യമുണ്ടെങ്കിൽ അതും റിപ്പബ്ലിക്കാവും. ജനാധിപത്യത്തിൻ്റെ പൂർണ്ണത റിപ്പബ്ലിക്കിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു സംഗതി ഉണ്ട്. തീർച്ചയായും മനോരമ നോക്കുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്. ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ തുടങ്ങിയ ചില രാജ്യങ്ങൾ സ്വയം വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, നാടുകളിൽ തെരഞ്ഞെടുപ്പും മന്ത്രിസഭയും പാർലമെൻറ്റും ഉണ്ട്. പക്ഷേ അവിടെ വാഴ്ച നടത്തുന്നത് മതനിയമങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന പദപ്രയോഗത്തിൽ തന്നെ വൈരുദ്ധ്യം ഉള്ളടങ്ങിക്കിടപ്പുണ്ട്. ഇസ്ലാമിക് ആയത് റിപ്പബ്ലിക്കോ, റിപ്പബ്ലിക് ആയത് ഇസ്ലാമികമോ ആവുകയില്ല എന്നാണ്. അംബേദ്കറുടെ ഒരു കോട്ടും കൂടി അതിൽ കൃത്യമായി കൊടുക്കുന്നുണ്ട്. റിപ്പബ്ലിക് എന്നത് രാജാവില്ലാത്ത ഭരണവ്യവസ്ഥ മാത്രമല്ല, അവിടെ അധികാരത്തിൻ്റെ ഒരേ ഒരു സ്രോതസ് ജനങ്ങളാവണം. ആ അധികാരം ഭരണഘടനയ്ക്കും നിയമവാഴ്ചയ്ക്കും അനുസരിച്ച് ഉപയോഗപ്പെടുകയും വേണം. തീർച്ചയായും. ഇനി മനോരമ നോക്കുവാണെങ്കിൽ അവരാദ്യം തന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തെ പറ്റിയൊരു എഡിറ്റോറിയലാണ്. പിന്നെ ജലപാത വികസനത്തിന് പുതിയ പ്രതീക്ഷ, നെഹ്റുവിൻ്റെ കോട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ദാസപ്പോ പന്തികേടാണല്ലോ. KV ഗണേഷ് കുമാറിൻ്റെ രസകരമായ ഒരു കാർട്ടൂൺ ഉണ്ട്. അതായത് ന്യൂസ് എന്ന് എഴുതിയ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മൈക്കും പിടിച്ചിട്ട് മണിച്ചിത്രത്താഴിൽ പോകുന്ന ഒരു ചിത്രമാണ്. അതായത് ഈ ഇടയായിട്ട് മന്ത്രി KV ഗണേഷ് കുമാറിൻ്റെ നാവ് വല്ലാത്ത രീതിയിൽ ചതിക്കുന്നുണ്ട്. അപ്പം അതുമായിട്ട് രസകരപ്പെട്ടൊരു ഫണ്ണായിട്ടുള്ളൊരു ആർട്ടിക്കിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലീഡ് സ്റ്റോറി ശ്രദ്ധേയമാണ്. ലീഡ് പത്മ അവാർഡല്ല. ഇന്ത്യ ടൈസ് ഷോ ഫ്രാക്ചേർഡ് വേൾഡ് അനദർ വേ. യൂറോപ്യൻ യൂണിയൻ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, റിപ്പബ്ലിക് ദിനത്തിലെ അതിഥികളായി എത്തിയിട്ടുള്ളത് യൂറോപ്യൻ കൗൺസിലിൻ്റെയും യൂറോപ്യൻ കമ്മീഷൻ്റെയും അധ്യക്ഷരാണ് ഉർസുല വോൺ ഡർ ലെയനും ആന്റോണിയോ കോസ്റ്റയും. അതിൽ ഉർസുല പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യം, ഭാരതം ഈ ആകെപ്പാടെ ഭിന്നിച്ച് തമ്മിലടിച്ച് യുദ്ധത്തിൻ്റെയും പരസ്പര ശത്രുതയുടെയും ലോകത്ത് ഭാരതം മറ്റൊരു പാത കാണിച്ചു കൊടുക്കുന്നു എന്നുള്ള സുപ്രധാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്നത്. വളരെ സുപ്രധാനമാണ്, വളരെ പ്രസക്തമാണ്. ഒരു പക്ഷേ യൂറോപ്യൻ യൂണിയനും US തമ്മിൽ തെറ്റി നിൽക്കുകയാണ്. US നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാരതത്തിന്മേൽ തീരുവ എന്നുള്ള ഭീഷണി ഉയർത്താൻ ശ്രമിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഭാരതവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. ചരിത്രപരമായ കരാറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് അമേരിക്കയുടെ പോലീസ് പദവി, ലോക പോലീസ് പദവി നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും. അപ്പോൾ ഏറ്റവും ഒടുവിൽ കപ്പൽപ്പടയുമായി ഇറാൻ്റെ അടുത്തൊക്കെ വന്നെത്തിയിട്ടുണ്ട്. എന്തായാലും അത് നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു പരിഭ്രാന്തി അവിടെ കാണാൻ കഴിയും. അപ്പോൾ പോലും സെൻസുള്ള, ബോധമുള്ള, അവിടെ എന്താണ് നടക്കുന്ന ബോധ്യമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നടക്കമുള്ള അവിടുത്തെ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്രംപ് കാട്ടുന്നത് വളരെ അബദ്ധമാണ്. ഒന്നിലധികം അബദ്ധങ്ങളുടെ തുടർക്കഥയാണ് അവിടെ കാണുന്നതാണ്. എന്തായാലും നമുക്ക് നമ്മൾ ഈ വാർത്താ അവതാരകങ്ങളിൽ വാർത്തയുടെ ഇടയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന പോസിറ്റീവ് വാർത്തകൾ വായിക്കാനാണ്. അങ്ങനെ 1-2 വാർത്തകളുണ്ട്, അതുകൂടി ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ച് പോവാം. അപ്പൊ ഞാനീ പറഞ്ഞ ഭാരതത്തിന്റെ വാർത്ത പോസിറ്റീവ് അല്ലേ? പോസിറ്റീവാണ് തീർച്ചയായും. പക്ഷേ നമ്മുടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം 2ാം ഘട്ട വികസനത്തിൽ 16,000 കോടിയുടെ പദ്ധതിയാണ്. അപ്പോൾ മുഖം മാറാൻ പോവുകയാണ് തലസ്ഥാനത്തിന്റെ. മാറാത്തത് മാറും, മാറാത്തത് മാറ്റും. അതാണ്. എന്തായാലും പത്രത്തിന് തൽക്കാലം ഇത്രയും സമയം മാത്രം മാറ്റിവെക്കുന്നു.